ഓർണമെന്റ്സ് നിറയെ ഇരിക്കേ. ഈ മാല ലേറ്റസ്റ്റ് ഫാഷനാ. 5 പവനുണ്ട്. അച്ഛൻ വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്. തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ടത്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്ക്. ഇതിനകത്തൊന്ന് വാട്സപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരൂ. ലോക്ക്ഡൌൺ ആയിട്ടിരിക്കല്ലോ, ആരെങ്കിലൊക്കെ ഒന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ചുമ്മാ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ പൈസ കൊടുക്കണം. കാശ് കൊടുക്കണം. പിന്നെ ചുമ്മാ ഒന്നും ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതെങ്ങനെ കിട്ടുന്ന അറിയോ? ആ ഇത് പ്ലേ സ്റ്റോറിൽ നിന്നാണ് കിട്ടുന്നത്. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? പ്ലേ സ്റ്റോർ ഇല്ല, മാവേലി സ്റ്റോർ കേട്ടിട്ടുണ്ട്. ഇത് പ്ലേ സ്റ്റോർ. അപ്പൊ നമ്മൾ ഇതിനകത്ത് കേറി ഈ വാട്സപ്പ് എടുക്കുന്നതിന് വാട്സപ്പിന്റെ ഒരു ചാർജ് ഉണ്ട്, ഒരു 1000 രൂപ. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോ നമുക്കൊരു 6 അക്ക കോഡ് വരും. അവിടെയാണ് ഇതിന്റെ കളി കിടക്കുന്നത്. ആ 6 അക്ക കോഡിന് ഒരു 300 രൂപ കൊടുക്കണം. വാട്സാപ്പിന്റെ പ്രൊഫൈൽ ഫോട്ടോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ അത് ഇടണം. അപ്പൊ അത് വലിച്ചന്റെ ഫോട്ടോ തന്നെ ഇടണമെന്നുണ്ടോ? പിന്നെ അത് വേണമല്ലോ. വലിച്ചന്റെ ഫോട്ടോ തന്നെ ഇടണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 500 രൂപയെങ്കിലും ആവും. 500 രൂപയാവും. കാരണം ഇത് അല്ലെങ്കിൽ ഒരു പട്ടിയുടെയോ പൂച്ചയുടെയോ പൂവിന്റെ അത് വേണ്ട, അത് വേണ്ട, വേണ്ട വേണ്ട വേണ്ട. കാരണം എത്രയോ പൂവുണ്ട്. വലിയച്ഛന്റെ തന്നെ പൂവാണോ എന്ന് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അഭിനയം മാത്രം മതി. എന്താ ഇത്? ചുമ്മാ കെട്ടിപ്പിടിക്ക, വേണ്ടാത്തടത്തൊക്കെ തൊടുക. വേണ്ടാത്താണെങ്കിൽ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്നത്? അത്ര വലിയ ജോലി ഏയ് ഒന്നുമില്ലാലോ. രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാൽ മതിയല്ലോ, കുക്കറെ ഇന്ന് 3 പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകാവുമ്പോ എന്നെ നോക്കി ഇങ്ങനെ അയാളി ഇവിടെ ഏത് നിമിഷവും പ്രത്യക്ഷപ്പെട്ടേക്കാം. ബോസ്, നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഭയമില്ലാത്തതുകൊണ്ട് തന്നെ. ദയ, നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ബിഗ് ബോസ്. പൊക്കോട്ടെ ബിഗ് ബോസ്. നിങ്ങളെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു. എന്നോട് സ്നേഹം ഒരു സ്നേഹമില്ല നിങ്ങൾക്ക് എന്നോട്. നിങ്ങൾക്ക് അങ്ങനെ പറയല്ലേ? ഞാൻ പറയും. ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്ര. കള്ളവോ? സത്യവാ. അല്ല. ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുന്തിന്നാണല്ലോ. മോശപ്പെട്ട സ്വഭാവം എന്ന് പറയാനൊന്നുമില്ല. നീ നല്ല ഇനി ഉർവശി മേനക രംഭമാര് വന്ന് കുലുങ്ങി തുള്ളിച്ചാടിയാൽ എന്താ ഈ രജിത്തിന്റെ ഒരു രോമാനങ്ങൾ. എത്ര കൊല്ലമായടാ നീയൊക്കെ 2 എണ്ണം എന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം നിന്റെ ജോലി നീ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നീ മേലാൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. പൊക്കോ. ഈ തൃശ്ശൂര് വീടിന് തീപിടിച്ച് കത്തി നശിച്ചു. അവരെ ഭാഗ്യം തന്നെയല്ലേ, ഇത്രയും വലിയ വീട്ടിന് തീ പിടിച്ചിട്ട് ഒരു കത്തി മാത്രല്ല നശിച്ചോളൂ. ഞാൻ എന്താ അടങ്ങി നിക്കണേന്നറിയോ? പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ എന്നെ നോക്കി തന്തേ തല്ലി പോണു എന്ന് പറയിക്കാതിരിക്കാനാ. അടയ്ക്കാണെങ്കിൽ മടിയിൽ വെക്കാം, അടയ്ക്കാൻ വരെ ആയാലോ. ഇനി ഇതുപോലെ കൂട്ടുകൂടി നശിക്കാനുള്ള ഭാവമെങ്കിൽ ഞാൻ